മുസ്ലിം ലീഗിനെതിരെ വിമർശനവുമായി ഡോക്ടർ പി സരിൻ രംഗത്ത് വരികയാണ്. SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെ ചേർത്ത് പിടിച്ചാണ് ലീഗ് മുന്നോട്ട് പോകുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ലീഗിന് കൊടുക്കുന്ന ഓരോ വോട്ടും RSSന് നൽകുന്നതിന് തുല്യമാണ് എന്നും സരിൻ പറയുകയാണ്. UDF ഭരിക്കുന്ന തിരുവേഗപ്പുറ പഞ്ചായത്ത് ഭരണസമിതിക്ക് എതിരെ CPM സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിക്കിടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മുസ്ലിം ലീഗ് സമം മുസ്ലിം എന്നാണ് പ്രചരിപ്പിക്കുന്നത്. അതോടെ BJP സമം ഹിന്ദു എന്ന് BJP-കാരും പ്രചരിപ്പിക്കുകയാണ്. BJP-കാർക്ക് വളരാനുള്ള സാഹചര്യം ലീഗ് ഒരുക്കി കൊടുക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. മുസ്ലിം ലീഗ് വർഗീയ നിലപാടുകളുള്ള പാർട്ടിയാണ് എന്നുള്ള ആക്ഷേപവുമായി CPM നേതാവ് സരിൻ അടിക്കുക തന്നെയാണ്. നാടിന് നരകം സമ്മാനിച്ച് ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ലീഗുകാർ. ജനിച്ച മതം ഏതാണ് എന്ന് നോക്കിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി വെട്ടിയിരിക്കുന്നത് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. മുസ്ലിം ലീഗിനെ വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ട് തന്നെയാണ് സരിന്റെ ഈ പ്രസംഗം. മലപ്പുറം ജില്ലയുടെ സെക്യുലർ രാഷ്ട്രീയത്തിന്റെ മുഖം തകർത്ത് ചൊൽപ്പടിക്ക് നിർത്താൻ ശ്രമിക്കുന്നു. ഈ നീക്കം ലീഗിന് തനിച്ച് കഴിയില്ല എന്നും കണ്ടപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും കൂട്ടുപിടിക്കുകയും ചെയ്തു. ഇവർക്ക് ആളുകളെ ചേർത്ത് നൽകുകയാണ് ലീഗ് ചെയ്യുന്നത് എന്നിങ്ങനെ അങ്ങനെയൊക്കെ തന്നെയാണ് സരിന്റെ ആരോപണങ്ങൾ, അല്ലെങ്കിൽ സരിൻ പറയുന്ന കാര്യങ്ങൾ. കേരളത്തിൽ UDF-ന്റെയും ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെയും ഭാഗമാകുന്ന ലീഗ് തങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശത്ത് കേവലം മതഭ്രാന്തിന്റെ തലത്തിലേക്ക് മാറുകയാണ്. ലീഗ് ഉള്ളിടത്ത് ന്യൂനപക്ഷ വർഗീയത വളരില്ല എന്നുള്ള വാദത്തിന്റെ മറപറ്റി വർഗീയത പ്രചരിപ്പിക്കുകയാണ്. RSSന് വളരാൻ ഇട നൽകി അവർ വളരുന്നു എന്ന് പറഞ്ഞ് വർഗീയത വളർത്തുകയാണ് മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ലീഗിന് പണ്ട് ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ലാതായി. ഭരണം ഇല്ലാതായതാണ് ലീഗിന്റെ ഇത്തരം പ്രചാരണങ്ങൾക്ക് കാരണം. 5 വർഷത്തിൽ കൂടുതൽ ലീഗിന് ഭരണത്തിൽ നിന്നും മാറി നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല. 60 മാസമാണ് ലീഗിന് പരമാവധി മാറി നിൽക്കാൻ കഴിയുക. അപ്പോഴേക്കും കീശ കാലിയാകും. പിന്നീട് ഖജനാവിൽ നിന്നും കൈയിട്ട് വരണം. കോൺഗ്രസ് കള്ളന്മാരാണ് എന്നുണ്ടെങ്കിൽ ലീഗ് കള്ളന് കഞ്ഞി വെച്ച് കൊടുക്കുന്നവരാണ്. കക്കാൻ വേണ്ടി ഭരണത്തിൽ കയറാൻ കാത്തിരിക്കുകയാണ് ലീഗ് എന്നും സരിൻ എടുത്തു പറയുകയാണ്. LDF സർക്കാരുകൾ കേരളത്തിൽ ഉണ്ടാക്കിയ വികസന നേട്ടങ്ങളെ പിന്നോട്ടടിക്കുന്ന ശ്രമങ്ങളായിരുന്നു K. കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി സർക്കാരുകൾ കേരളത്തിൽ നടപ്പാക്കിയത് എന്നും സരിൻ വ്യക്തമാക്കുകയാണ്. ഇതിന് മാറ്റം വന്നത് കഴിഞ്ഞ തവണയാണ്. 5 വർഷങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാർ എന്ന നില രാജീവ് ഗാന്ധി മരിച്ചില്ലായിരുന്നുവെങ്കിൽ 1991 അവസാനിക്കുമായിരുന്നുവെന്നും സരിൻ പറയുകയാണ്.